ഇപ്പം ചെന്നൈയിൻ എഫ്സിയുടെ യുവതാരങ്ങളായിട്ടുള്ള ഗുർകീരത് സിംഗും കിയാൻ നസീരിയും പരസ്പരം മുഖത്തോട് വന്ന് നോക്കി ചോദിക്കുന്നത് ഇതായിരിക്കും: എന്തായിരുന്നു ഞങ്ങളുടെ റോൾ? എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന്? കാരണം ഇന്ത്യയിലെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള രണ്ട് യുവ മുന്നേറ്റ നിര താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ തന്നെയാണ് ഗുർകീരത്തും കിയാൻ നസീരിയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങി കളിച്ചിട്ടുള്ള താരങ്ങൾ തന്നെയാണ് രണ്ടുപേരും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പുള്ളിയെ, അതായത് കിയാൻ നസീരിയെ ടീമിലെടുത്ത് ഈവൻ സ്റ്റാർ പാക്ഡ് ആയിട്ടുള്ള മോഹൻ ബഗാനിൽ പോലും പ്ലേയിങ്ങിന് വല്ല അവസരം കിട്ടിയ താരമാണ് കിയാൻ നസീരി. നിരന്തരം അവർ നസീരിയെ മത്സരത്തിന് ഇറക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു സ്റ്റാർ പാക്ഡ് ആയിട്ടുള്ള മുംബൈ സിറ്റി എഫ്സിയുടെ സ്റ്റാർ യങ്സ്റ്റർ ആയിരുന്നു ഗുർകീരത് സിംഗ്. ഈ രണ്ട് യുവതാരങ്ങളെയും ആ ടീമുകൾ റെസ്പെക്റ്റീവ് ആയിട്ട് നല്ല അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൻ എഫ് സി എന്തിനാണ് തൂക്കിക്കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. കാരണം അവരെ കൊണ്ടുവന്ന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ പദ്ധതികളിൽ റോളില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിൽക്കാൻ വെച്ചേക്കണം. സാധാരണ യുവതാരങ്ങളെ ലോങ് ടൈം കോൺട്രാക്ട് എടുത്ത് ഡെവലപ്പ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ കിയാൻ നസീരിയെ പോലെയും ഗുർകീരത്തിനെ പോലെയും വളരെയധികം പൊട്ടൻഷ്യലുള്ള ടാലന്റ് ഉള്ള സൂപ്പർ താരങ്ങളെ എന്തിനാ കൊണ്ടുവന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതും വാത്തിയുടെ സമയത്ത് തന്നെയാണ് രണ്ട് സൈനിങ് നടന്നിട്ടുള്ളത്. അതേ വാത്തി ഓവൻ കോയിലിന്റെ സമയത്ത് തന്നെ രണ്ടുപേർക്കും പദ്ധതികളിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് പടി ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ രണ്ട് സൈനിങ് നടത്തിയത്? ആർക്കറിയാം.